എൻ്റെ മകനെ IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിച്ചത് അവൻ കോച്ചിങ്ങിന് പോയ റേസ് സെൻ്ററാണ്. അവിടെ നിന്നാണ് അവൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതുകൊണ്ടുമാണ് അവൻ ഈ വിജയം കൈവരിക്കാൻ പറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവന് ഈ കോച്ചിങ് കൊടുത്ത റേസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കൂടാതെ ഇനിയും കൂടുതൽ കുട്ടികൾക്ക് അവിടെ നിന്ന് കിട്ടട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ഇന്ന് പഠിക്കുന്നതും ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ എൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ആയത് ഇത് തന്നെയായിരുന്നു എൻ്റെ കംഫർട്ട് സോൺ. അപ്പം ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ എനിക്ക് പരമാവധി പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷം തന്നെയുണ്ട്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രീം എപ്പം ഏറ്റവും പ്രൈം തന്നെ ആയിരിക്കണം. ഓൾ ഇന്ത്യ റാങ്ക് 1, ഓൾ ഇന്ത്യ റാങ്ക് 100ൻ്റെ ഉള്ളിൽ IIT ബോംബെ പഠിക്കണം, മദ്രാസ് പഠിക്കണം. അങ്ങനെ ഒരു ഡ്രീം തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഡ്രീമിലേക്ക് ജമ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഓരോരോ മൈൽ സ്റ്റോൺസ് ഉണ്ടാക്കുക. ഓരോരോ മൈൽ സ്റ്റോൺസും കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ കോച്ചിങ്ങിനൊക്കെ പോകുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ക്ലാസ് ടെസ്റ്റ് വെക്കും. അതിലൊക്കെ പരമാവധി ഫുൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. മെഗാ ടെസ്റ്റ് വെക്കുമ്പോൾ മെഗാ ടെസ്റ്റിൽ പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ അല്ലാണ്ട് ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പം പരമാവധി ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ശ്രമിക്കുക. അങ്ങനെ ഓരോരോ അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ ഓരോ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക, ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ വിൻസ് നമ്മൾ എൻജോയ് ചെയ്ത് ഈ നമ്മളെ ആ ഒരു പ്രൈമായ ഗോളിലേക്ക് നമ്മൾ ഇങ്ങനെ ചവിട്ടി കയറിക്കൊണ്ടേയിരിക്കുക. അതുപോലെ നമ്മൾ ഈ എയർ വണ്ണിലേക്ക് ഡയറക്റ്റ് ഡ്രീം ചെയ്യുമ്പം പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ ഏതൊരു എക്സാമ്പിൾ എടുത്താലും തോമസ് ആൽവ എഡിസനൊക്കെ എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടാണ് ബൾബ് ഉണ്ടാക്കിയത്. നമ്മൾ പരമാവധി ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരു പോയിന്റ് ഗിവ് അപ്പ് ചെയ്യാണ്ട് പിന്നെയും മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഈ എഫേർട്സൊക്കെ നിങ്ങൾക്ക് പരമാവധി അതിൻ്റെ റിട്ടേൺ കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ കണ്ണൂർ ആദിദേവിൻ്റെ വീട്ടിലാണുള്ളത്. ആദിദേവ് റേസിലെ +2 സ്റ്റുഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. ആൾ IIT റൂർക്കിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് അഡ്മിഷൻ കിട്ടി. ആ സീറ്റ് ഫ്രീസ് ചെയ്ത് റൂർക്കിയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദിദേവിൻ്റെ സ്റ്റഡി മെത്തേഡും ആളുടെ ആ കോച്ചിങ്ങിനുള്ള ഒരു എന്താ പറയുക, ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറി, പ്രിപ്പറേഷൻ സ്റ്റോറിയൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ആദിദേവിന് ആ സപ്പോർട്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തത്, എങ്ങനെയാണ് ആദിദേവിനെ ആ സപ്പോർട്ട് സിസ്റ്റം ബെറ്റർ ആക്കിയെന്നൊക്കെ നമുക്ക് ആദിദേവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സോ ആദി പറയൂ, ഹൗ ഡിഡ് ദ ഡ്രീം സ്റ്റാർട്ട്? പിന്നെ എങ്ങനെയാണ് ആ കോച്ചിങ് മുന്നോട്ട് പോയത്, എങ്ങനെയാണ് ആ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയത്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IIT ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒട്ടും ഈസി ആയിട്ടൊരു കാര്യമല്ല. അതെങ്ങനെയാണ് അച്ചീവ് ചെയ്തതെന്നുള്ളത് ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 10th കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഏപ്രിലൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ തന്നെ റേസിൽ ജോയിൻ ചെയ്തു. കാരണം കണ്ണൂരിലുണ്ടായത് ഒരു ബെസ്റ്റ് റേസ് തന്നെയായിരുന്നു. അപ്പോൾ റേസിൽ ജോയിൻ ചെയ്തു. പിന്നെ മെല്ലെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോയി. അവിടെ കുറേ ഫ്രണ്ട്സായി, നല്ലൊരു ഫ്രണ്ട് സർക്കിളായി. അപ്പോൾ മെല്ലെ ഞാൻ പഠിക്കാൻ തുടങ്ങി. മെയിൻ എക്സാം ഉണ്ടെന്നും അഡ്വാൻസ് എക്സാം ഉണ്ടെന്നും അത് ആദ്യം തന്നെ അറിഞ്ഞുകൂടിയും. IIT-ക്ക് ഒരു എക്സാമാണ്, NIT-ക്ക് ഒരു വേറെ അറിഞ്ഞൂടെ. അവിടെ എത്തിയതിനു ശേഷം അറിയുന്നത് 2 എക്സാം ഉണ്ട്. അതിൽ ഒന്ന് ക്വാളിഫൈ ചെയ്താലേ മറ്റേത് എഴുതാൻ പറ്റും. അങ്ങനെ കുറേ ലേണായി ഇപ്പോൾ ഒരു ഓഗസ്റ്റ് എല്ലാം ആകുമ്പോഴേക്കും ഇങ്ങനെ ഇതിനെപ്പറ്റിയുള്ള ധാരണ വന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പഠിച്ചു. ഇത് മൊത്തം ഒരു എൻവയോൺമെൻറ്റ് മനസ്സിലായി. അതിനുശേഷം ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, ഡൗട്ട്സ് ചോദിച്ചു, ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു. പിന്നെ ഇങ്ങനെ PYQ ഇങ്ങനെ കുറേ ചെയ്തു വന്നു. പിന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളെ വളരെ നേരത്തെ തന്നെ അധികവും കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റ്സിൽ വളരെ നേരത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് കോച്ചിങ്ങിന് തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം 8th 9th 10th തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പിന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷേ കേരളത്തിലുള്ള കുട്ടികൾ പലപ്പോഴും ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ പറ്റി അവയർനെസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരു കോച്ചിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ആദിദേവ് ഒരു വെരി നോർമൽ, വെരി യൂഷ്വൽ സ്കൂളിംഗ് അല്ലേ ഉണ്ടായിരുന്നത്. അപ്പം ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതൊന്നും അറ്റൻഡ് ചെയ്യാതെ ഇതിലേക്ക് എത്താൻ പറ്റില്ല എന്ന് തോന്നുന്ന കുട്ടികളോട് ആദിദേവന് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം പറയാം. ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്, അതും മലയാളം മീഡിയം. ഓക്കെ. അപ്പം അതിനുശേഷം ഇത് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും മലയാളം മീഡിയത്തിൽ ആ ഒരു ഇംഗ്ലീഷ് അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്യുന്നതിനെ ഇംഗ്ലീഷുമായിട്ടും വായിച്ചിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഈ ഫൗണ്ടേഷനിൽ പോയാൽ നമുക്ക് ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മൾ ഈ 10th വരെ തിയറി പഠിച്ച് ആ തിയറി ബൈ ഹാർട്ട് പോയി എഴുതുപോയി എക്സാമിന്. പക്ഷെ ഇതിനതല്ല വേണ്ടത്. ആ തിയറി വെച്ച് അപ്ലൈ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടാകും. അത് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുണ്ട്. അപ്പം
ഈ ഫൗണ്ടേഷനിലും പോയാൽ അതൊക്കെ നേരത്തെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ 2 എക്സാം ഉണ്ട് എന്നൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ എഫേർട്ട് എടുത്താൽ +1 സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാന്നല്ലേ അത് പറയുന്നത് അല്ലേ? നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ 10th കഴിഞ്ഞിട്ട് തന്നെ 1 മാസം തന്നെ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ നല്ല ഐഡിയ ഉണ്ടാക്കി പറ്റാണ്ട് നിൽക്കുന്നില്ല. കുറേ ആളില്ല അങ്ങനെ പോകുന്നത്. എക്സാക്ട്ലി. അപ്പോൾ അതിദേവിൻ്റെ IIT ഈ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന ഒരു സക്സസ് സ്റ്റോറി ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് ഒരു നല്ല ഗൈഡൻസ് ആൻഡ് നല്ല കോച്ചിങ് ഉണ്ടാവും, പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പം ആദിദേവിൻ്റെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എഫേർട്സും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരുപാട് കോമ്പണൻസ് അതിലേക്ക് നമുക്ക് വരാം. ഒരു സ്റ്റുഡൻറ്റിന് എത്രമാത്രമാണ് നല്ല കോച്ചിങ് നല്ല ഗൈഡൻസും ആളുടെ IIT JEE സക്സസിന് ഹെൽപ്ഫുൾ ആവുക? നമ്മൾ 10th കഴിഞ്ഞിട്ട് ഈ ഒരു JEE എൻവയോൺമെൻറ്റിലേക്ക് വരണ്ടേ, അപ്പോൾ നമുക്ക് ഇനീഷ്യലി നല്ലൊരു പുഷ് കിട്ടണം. അപ്പം ആ ഒരു പുഷ് കിട്ടാൻ ഇപ്പം എന്നെ റേസ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കോച്ചിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. ബിക്കോസ് നമ്മളെ ചില ആൾക്കാരെ ഇപ്പം ലോവർ ബാച്ചിലും ഹയർ ബാച്ചിലൊക്കെ ആക്കി ലോവർ ബാച്ചിൽ ശ്രദ്ധിക്കാത്ത പോലെ അല്ലാണ്ട് ഇവിടെ എല്ലാവരെയും പുഷ് ചെയ്തിട്ട് ഇനീഷ്യലി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റോട്ടേക്ക് വരുമ്പം നമ്മൾ റേസിൻ്റെ ലാസ്റ്റോട്ടേക്ക് വരുമ്പോൾ എക്സാം സ്ട്രാറ്റജി പറഞ്ഞു തരുന്നതും ടൈം മാനേജ്മെൻറ്റും പിന്നെ മോക്ക് എക്സാം എഴുതാൻ പറയുന്നതും അതൊക്കെ വളരെ ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. പിന്നെ ഡൗട്ട് സോൾവ് ചെയ്യാൻ ഇപ്പം കെമിസ്ട്രി ആയാലും ഫിസിക്സിൻ്റെ മാത്സ് ആയാലും എപ്പം ചോദിച്ചാലും ഡൗട്ട് സോൾവ് ചെയ്യാൻ വരുന്ന ഫാക്കൽറ്റീസൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ആദ്യത്തെ പ്രിപ്പറേഷൻ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺസെപ്റ്റിനെ വളരെ ഡീപ്പായിട്ട് ആദ്യം തന്നെ നന്നായി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും കോച്ചിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞാലും IIT JEE എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ചെയ്തിരിക്കേണ്ട ഒരു ഹോം വർക്ക് ഉണ്ടല്ലോ, ആൾ സ്വന്തം ചെയ്തിരിക്കേണ്ട ഒരു എമൗണ്ട് ഓഫ് വർക്ക് ഉണ്ടല്ലോ, അതിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ് എനിക്ക് ആദ്യയിൽ കാണാൻ പറ്റിയത്. അപ്പം ഈ കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് അവരെത്രമാത്രം എഫേർട്ടാണ് അവരുടെ സൈഡിൽ നിന്ന് ഇടേണ്ടത് എന്നുള്ളതിന് ഒരു നല്ലൊരു ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം മാത്സിൽ ഇക്വേഷൻ ഉണ്ട്, ഒരു പോയിന്റും ഒരു 2Dയിലെ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഇക്വേഷൻ നമുക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ നല്ലൊരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ഡയറക്റ്റ് കാണാൻ ചോദിക്കൂല. പകരം അത് വെച്ച് നമ്മൾ ആ ഡാറ്റ അതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ സാധനം വേണമെങ്കിൽ പുട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ആ ഇക്വേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത് ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ എന്നാലും എനിക്ക് ഈ ഡാറ്റ കിട്ടും, അങ്ങനെ എനിക്ക് ഫർദർ മൂവ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മൂവ് കൊണ്ടുപോകാനും പറ്റും. അതേപോലെ തന്നെ ഫിസിക്സിൽ കുറേ ഉണ്ട് അങ്ങനത്തെ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ഫിസിക്സിൽ പറയുകയാണെങ്കിൽ ബേസിക്കലി സിമ്പിൾ മോഷൻ്റെ ഇക്വേഷനൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഈ വർക്ക് എനർജി പവറിലൊക്കെ കുറേ യൂസ് ആവും. അപ്പം അതൊക്കെ ഹെൽപ്പ് ആവും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസിനെ ജസ്റ്റ് ആ ഇക്വേഷൻസായി കാണാതെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടത് അല്ലേ, നമ്മളതായിട്ടുള്ള മറ്റ് ഇൻഫ്ലുവൻസിൻ്റെ പുറമെ നമ്മുടേതായിട്ടുള്ള അനാലിസിസ് ചെയ്യേണ്ടത് അല്ലേ, അങ്ങനെയല്ലേ അത് മനസ്സിലാക്കുക? അങ്ങനെ തന്നെ. അതായത് ജസ്റ്റ് ആ ഇക്വേഷൻ എന്താണെന്നല്ല, ആ ഇക്വേഷൻ വെലോസിറ്റി കാണാനും ഡിസ്റ്റൻസ് കാണാനല്ല, അത് ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നത്, അത് എന്തിനാ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാ വന്നത്, അത് ഡിറൈവ് ചെയ്യുന്ന ഡെറിവേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി. അപ്പം അത് ഭയങ്കര ഹെൽപ്പ് ആവും. അപ്പോൾ അതിന് ഒരുപാട് മണിക്കൂർ നമ്മൾ അതിൻ്റെ മുകളിലിരുന്ന് നമ്മുടേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്താലേ അത് അങ്ങനെ റെഡി ആയി കിട്ടുള്ളൂ അല്ലേ? ഇനീഷ്യലി നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് വേറെ പുട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനീഷ്യലി ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റോടുള്ള ടൈം ഇപ്പോൾ അഡ്വാൻസറൊക്കെ മാത്രം നോക്കുന്ന സമയത്ത് അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഡാറ്റ എടുക്കാനും എന്തിനായി അതൊക്കെ. So moving on to the next component, what was your support system? സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്നാ വീട്ടിൽ നിന്ന് രാവിലെ വീട്ടുകാരനെ എണീപ്പിക്കാനും ഉറങ്ങിപ്പോലൊക്കെ, പിന്നെ ഞാൻ അധികം ബോട്ടിൽ വെള്ളം നിർത്തി കറക്റ്റ് ഫുഡാക്കി തരും. അവർ കറക്റ്റ് എല്ലാം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. ഞാൻ ഇപ്പോൾ കോഫിക്ക് പറഞ്ഞ കോഫി ആക്കി തരും. അതിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ റേസിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിൽ എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ ക്ലാസ് അറേഞ്ച് ചെയ്ത് തരും. ഡൗട്ട്സ് ചോദിച്ചാൽ ഫാക്കൽറ്റീസ് ഡൗട്ട് സോൾവ് ചെയ്ത് തരും. പിന്നെ മോക്ക് എക്സാംസും ഒക്കെ സെർവറിലൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ഒരു പോസിറ്റീവ് ഇതിൽ തന്നെ എന്നോട് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും IIT എത്തട്ടെ എന്നുള്ളൊരു ഇതിലാണ് എന്നോട് എപ്പോഴും സംസാരിക്കുക. അവർ ആരും തന്നെ അങ്ങനെ ഡിമോട്ടിവേറ്റഡ് ഒന്നും സംസാരിച്ചില്ല. എപ്പോഴും സപ്പോർട്ട് തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നു തന്നെ ഫ്രണ്ട്സിൻ്റെ. ഗ്രേറ്റ്. കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മൾ ഏത് ബുക്കുകളാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, PYQ ആണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഏകദേശം എല്ലാ സബ്ജക്റ്റിലും കുറച്ച് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കുമെന്ന്
ആ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം? ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ റേസിൽ ജോയിൻ ചെയ്ത ആടെ ആദ്യം നോട്ട്സ് പഠിക്കായിരുന്നു. പിന്നെ റേസിന്റെ മൊഡ്യൂളിൽ ബാക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ബിക്കോസ് ആ ടൈം അതേ പറ്റും, ബിക്കോസ് അത് അന്നേരം തുടങ്ങുന്ന സമയമല്ലേ. പിന്നെ അങ്ങനെ കുറേ ഈസി ക്വസ്റ്റ്യൻ ചെയ്ത് കുറേ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇക്വേഷൻ വെച്ചിട്ടുള്ളതും പിന്നെ മെല്ലെ മെല്ലെ ലെവലായി. ഞാൻ ഒരു 2 months 3 months ഒക്കെ ആയപ്പം മെയിൻസിൻ്റെ PYQ-ലെത്തി, ആ ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ കുറേ കാലം മെയിൻസിൻ്റെ PYQ ചെയ്ത് അതിന് ശേഷം ഞാൻ ഫിസിക്സിന് HCOM എഴുതി. അത് ഭയങ്കര ടേണിങ് പോയിന്റാണ് എൻ്റെ പ്രിപ്പറേഷനിൽ. അപ്പം ഫിസിക്സിന് HCOM, പിന്നെ ഞാൻ മാത്സിന് ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മനസ്സിലായി ബുക്ക് സോൾവ് ചെയ്തിട്ടുണ്ട്. അതും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെയിൻസിന് ഡെവലപ്പ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ +2 എത്തിയപ്പോൾ ഞാൻ ഫിസിക്കൽ കെമിസ്ട്രിക്ക് NAVST നരേന്ദ്രവസ്തിൻ്റെ അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ഇൻ ഫിസിക്കൽ കെമിസ്ട്രി, അതും വളരെ നല്ലൊരു ബുക്കാണ്. കുറേ ക്വസ്റ്റ്യൻസ്, നല്ല കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ MS1 ഓർഗാനിക്കിന് ഞാൻ എന്തായാലും ചെയ്യണമെന്ന് പ്രിഫർ ചെയ്യുന്നൊരു ബുക്കാണ് MS1. ബിക്കോസ് ഓർഗാനിക്കലി റിയാക്ഷൻ മെക്കാനിസവും ജിയോസൊക്കെ നല്ലോണം ലെവലായാലേ അവർ ഇങ്ങോട്ടേക്ക് വരുമ്പം aldehyde ketones ഒക്കെ എത്തുമ്പം വൃത്തികളും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് കുറേ അങ്ങനത്തെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് MS1. സോ MS ആണ് ഓർഗാനിക്കിന് ചെയ്യുന്നത് അല്ലേ? പിന്നീട് അഡ്വാൻസിലേക്ക് അവസാനത്തെ സ്റ്റേജ് എത്തിയ സമയത്ത് അഡ്വാൻസിന് ഇപ്പം അവസാനത്തെ സ്റ്റേജ് ആകുമ്പം നമുക്കിപ്പം റേസിന്നൊക്കെ ഷീറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൊഡ്യൂൾ ബേസ്ഡ്. അത് ഞാൻ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡൗട്ട്സ് ക്ലാസ് ഡിസ്കഷൻസും വെക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ. പിന്നെ ഞാൻ ഫിസിക്സിനൊരു ശിശ്ഭൂഷൺ തിവാരിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറഡോവിലൊക്കെ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് തരുമ്പോൾ അത്. അപ്പം MS അഡ്വാൻസിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലേ? MS1 ആക്ച്വലി ഓർഗാനിക്കിന് അതൊരു പ്രത്യേക രീതിയിൽ ചിന്തിക്കേണ്ടത് റിയാക്ഷനിലേക്കല്ലേ നമ്മൾ കറക്റ്റ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടാക്കാൻ MS1 നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ അത് എല്ലാവരും അഡ്വാൻസ് പ്രിപ്പറേഷനിൽ പഠിച്ചിരിക്കണമെന്ന് ആദ്യം പറയുന്ന ഒരു ബുക്കാണ് അല്ലേ അത്? ഇപ്പം അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എനിക്കൊരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ് ആ ബുക്ക്. അത് ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ആവും ആക്ച്വലി. ബട്ട് അത് കുറേ ഉണ്ട്, ഇത്ര തടിയുള്ളൊരു ബുക്കാണ്. ഫുൾ സോൾവ് ചെയ്യൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പം ഈ ബുക്കുകളൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പ്രിപ്പറേഷൻ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ലേ? ഒരു ബുക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് ക്യാരിഡ് അവേ ആയി പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും, പോർഷൻ മുന്നോട്ട് അധികം പോകില്ല. അപ്പം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്ത് അത് ഓരോ ബുക്കുകളിൽ നിന്നും കവർ ചെയ്ത് ഒരു പ്ലാൻഡ് ആയിട്ട് രീതിയിൽ മുന്നോട്ട് പോകണം അല്ലേ? ടഫ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിരിക്കാണ്ട് അങ്ങനത്തെ മാത്രം ചെയ്തിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോൺ ചെയ്യണം. ബിക്കോസ് അഡ്വാൻസിനായാലും 20% 30% അതെ അതെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദാറ്റ്സ് വണ്ടർഫുൾ. അത് ആ പ്രിപ്പറേഷന്റെ ഒരു കോർ ഐഡിയ ആണ് ആദ്യം പറഞ്ഞത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ മാത്രം ക്യാരിഡ് അവേ ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് അങ്ങനെ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ കോംപ്രിഹെൻസീവ് ആവില്ല. അതങ്ങനെ ആവാൻ വേണ്ടിയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരിക്കണം, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ ഐ തിങ്ക് ഹി ഗേവ് യു വണ്ടർഫുൾ ഐഡിയ അബൌട്ട് ദാറ്റ്. വരുന്ന കുറച്ച് ദിവസം കൊണ്ട് യു വിൽ ബി സ്റ്റഡിയിങ് ഇൻ IIT. ഒരുപാട് കുട്ടികളുടെ ഡ്രീമാണ്. അപ്പം യു നോ യുവർ കോഴ്സ്, ഏത് IIT എന്നറിയാം. അപ്പം എവറിഥിങ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡ്രീം അല്ലേ? എങ്ങനെയാണ് ഈ IIT-യിൽ എത്തണം, അല്ലെങ്കിൽ IIT ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ ഡ്രീം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 10th പഠിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊക്കെ വെറുതെ സംസാരിക്കും, എപ്പോൾ ഇവിടുന്ന് ഒരു പേര് വരുന്നത് IIT ഖരഗ്പൂർ ആദ്യം അറിയുന്നത്. പിന്നെ അങ്ങനെ 10th കഴിഞ്ഞ് അത് പിന്നെ അങ്ങനെ മൈൻഡിലുണ്ട്. അന്നേരം IIT 10th കഴിഞ്ഞിട്ട് പിന്നെ ഒരു IIT പഠിക്കും, IIT ഖരഗ്പൂർ പഠിക്കും എന്നുള്ളൊരു ഇത് വന്നു. മീൻസ് അന്നേരം അതേ അറിയും, വേറെ IIT ഉണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ റേസിൽ വന്ന് പിന്നെ IIT മെയിൻസ് അഡ്വാൻസ് 2 എക്സാം ഉണ്ട് എന്ന് പറഞ്ഞ്, ബോംബെ മദ്രാസ് അങ്ങനെ കുറേ ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് ഇതിലേക്ക് ഈ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്, ഭയങ്കര നെറ്റ്വർക്ക് ഉള്ളതാന്നൊക്കെ പിന്നെ ഞാനിങ്ങനെ അറിഞ്ഞു വന്നു. അപ്പൊ ഒരു അച്ചീവ്മെന്റ് വർത്ത് മേക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലായി. ആദ്യത്തെ JEE പ്രിപ്പറേഷനിൽ ഏറ്റവും ആസ്വദിച്ച് പഠിച്ച സബ്ജക്ട് ഏതാണ്? 1. 2, ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? 3ാമത്തെ കാര്യം, ഏത് സബ്ജക്റ്റിലുള്ള സ്കില്ലാണ് എക്സാമിനേഷൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്? നമ്മുടെ ഇഷ്ടവും താല്പര്യമൊക്കെ വേറെയാണല്ലോ. എക്സാമിനേഷൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തതെന്ന് തോന്നിയ സബ്ജക്ട് ഏതാണ്? അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഞാനിപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് തന്നെയാണ്. ഓക്കെ. അത് ഞാൻ നല്ല ടൈം കൊടുത്തിട്ട് സോൾവ് ചെയ്യലുണ്ടായി. ബിക്കോസ് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോഴത്തെ ലാസ്റ്റ് 5th മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടഫ് തന്നെയാണ്. അപ്പോൾ അത് നല്ല ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിസിക്സും ഞാൻ എൻജോയ് ചെയ്ത് ഇതെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് റൊട്ടേഷൻ, അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് കുറേ കഷ്ടപ്പെട്ട് ചെയ്ത് ഇതാണ്. പിന്നെ കുറച്ച് കൊടുത്തു എനിക്ക് തോന്നുന്ന കെമിസ്ട്രി എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത വിഷയം. പക്ഷേ കെമിസ്ട്രിയാണ് എക്സാം ഓടുന്ന ഹെൽപ്പ് ചെയ്യുക.
ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് ആള് പറയുന്നത് വെയിറ്റ് ചെയ്യുന്നതിന് ആക്ച്വലി പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം അത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ വരുന്ന പല കുട്ടികൾക്കും ഫിസിക്സും മാത്സും ഭയങ്കര താല്പര്യത്തോടെ അവർ പഠിക്കും. കെമിസ്ട്രിക്ക് അവർ പലപ്പോഴും സമയം കുറച്ചേ സ്പെൻഡ് ചെയ്യുള്ളൂ. അവർക്ക് അത് എക്സൈറ്റിംഗ് ആയിട്ട് പലപ്പോഴും തോന്നാറില്ല. പക്ഷെ ഇപ്പം ആദ്യം പറഞ്ഞ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട കാര്യം അതാണ്. എക്സാം ഹാളിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നത് അല്ലേ കെമിസ്ട്രി. ബിക്കോസ് കെമിസ്ട്രി ചെറിയ സമയത്തിനുള്ളിലൊക്കെ കുറേ ചെയ്യാൻ പറ്റും. Exactly. ഇൻഓർഗാനിക് ഒക്കെ വേഗം ടിക്കറ്റ് പോയാൽ കുറേ മാർക്ക് വരാനും പറ്റും, സമയവും സേവ് ചെയ്യാം. ആ സമയം കൊണ്ട് മാത്സിലിടാൻ പറ്റും. അപ്പോൾ മാത്സിൽ കുറേ ചെയ്യാനും പറ്റും. മാത്സ് എന്തായാലും ലെങ്തി ആയിട്ടാണ് വരാറ്. അപ്പോൾ എന്തായാലും അവിടെ ടൈം ഒരുപാട് വേണ്ടി വരും. കെമിസ്ട്രി എക്സാം ഹാളിൽ നിങ്ങളുടെ സേവിയർ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി എന്നുള്ളത് എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലേ? കെമിസ്ട്രി സ്ട്രോങ് ആക്കിയാൽ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് കെമിസ്ട്രി തീർത്താൽ ബാക്കി സമയം ആ ഒരു കോൺഫിഡൻസിൽ ഫിസിക്സിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. മെയിൻസിലൊക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെ? കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് സ്കോർ എടുത്തിട്ട് ഫിസിക്സിലേക്ക് പോകുമ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജ്. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കുറേ വരുന്നില്ലേ? അപ്പൊ അതൊക്കെ ചിലർക്കൊക്കെ ലേശം ടൈം അനുസരിച്ച് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഗ്രേറ്റ്. ആ ഒരു കാര്യമാണ് കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ഹി ടോൾഡ് യു ദാറ്റ് ഓൺ ദ ഫേസ്. ഇപ്പോൾ ഒരുപാട് പേര് IIT ക്രാക്ക് ചെയ്യാന്നുള്ള ഡ്രീമോട് കൂടി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. മാത്രമല്ല അപ്പം അറ്റ് ദിസ് മൂമെന്റ് ഓഫ് ടൈം ആദിദേവിന്റെ ആ ജേർണി കംപ്ലീറ്റ് ആയി വളരെ ഭംഗിയായിട്ട് യു ഗോയിങ് ഇൻ ടു IIT. അപ്പം ആ ഒരു ജേർണി വളരെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഇനി വരുന്ന കുട്ടികളോട്, അതായത് ഇനി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് ആദിദേവിന് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അപ്പം നിങ്ങൾ ഈ ജേർണി തുടങ്ങിയ നിങ്ങൾ ഇതിനു മുമ്പ് ഏത് മീഡിയത്തിൽ പഠിച്ചിരുന്നോ? ഇതിനു മുമ്പ് ഫൗണ്ടേഷൻ കിട്ടിയില്ലായിരുന്നോ? ഇതിനു മുമ്പേ 10th മാർക്ക് എങ്ങനെയായിരുന്നു? അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ജേർണി തുടങ്ങിയാൽ നിങ്ങൾ ഇതിൽ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് നിങ്ങളെ എഫേർട്ട് ഇട്ടേണ്ട അത്ര തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഒരു ഹാർഡ് വർക്ക് എടുക്കാനും ഇങ്ങനെ ടൈം രാവിലെ എണീക്കാനും രാത്രി നേരം പോയിട്ട് ഉറങ്ങാനും ഇതൊക്കെ നിങ്ങൾ ശീലിച്ചാൽ നിങ്ങൾക്ക് ലൈഫിലും നിങ്ങൾക്കൊരു എന്താ പറയുക പുഷ് ഉണ്ടാക്കുന്ന സംഭവം തന്നെ. അതൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. കുട്ടികളുടെ സക്സസ് സ്റ്റോറി ആയിട്ട് അവരെങ്ങനെയാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മളുടെ ആ കുട്ടികളുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവർ പറയുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ ആദിദേവ് സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. ആളുടെ പ്രിപ്പറേഷനെ പറ്റി വളരെ ജെന്യുവൻ ആയിട്ട് വളരെ ഓണസ്റ്റായി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആദിദേവ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളുടെ അടുത്ത് നമ്മൾ അവരുടെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനും ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ കിട്ടുന്നതിനും ആ പ്രിപ്പറേഷനെ കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.